ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് 2024 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ സ്പാനിഷ് സോംബി ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നേരെ കഥയിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ മനേലിനെയും കുടുംബത്തെയുമാണ് കാണിക്കുന്നത്. അവനൊരു ലോയറാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സോളാർ പവർ കമ്പനിയുടെ ഓണറും കൂടിയാണ്. മനേലിന്റെ ഭാര്യയായിട്ടുള്ള ജൂലിയും ഒത്ത് ഇപ്പൊ അവന്റെ സിസ്റ്റർ ആയിട്ടുള്ള ബെലന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സിസ്റ്ററിന്റെ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനേലിന്റെ ഭാര്യയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇവർക്ക് മക്കളില്ല. അങ്ങനെ സിസ്റ്റർ ആയിട്ടുള്ള ബെലനോട് യാത്ര പറഞ്ഞിട്ട് അന്ന് ജൂലിയും മനേലും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകും വഴിയിൽ ഇവർ തമ്മിൽ ചെറിയ വാക്തർക്കവും മറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട്, കുട്ടികളില്ലാത്തതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ ഇവരുടെ വണ്ടി ഇടിക്കാനായിട്ട് പോകുന്നു. ബ്രേക്ക് ഇട്ട് നിർത്തി. പക്ഷേ മറ്റൊരു ലോറി വന്നിട്ട് ആ കാറിലിടിക്കുകയാണ്. അതോട് കൂടിയിട്ട് മനേലിന് തൻ്റെ ഭാര്യയായിട്ടുള്ള ജൂലിയെ നഷ്ടപ്പെടുകയാണ്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. മനേലാണെന്നുണ്ടെങ്കിൽ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. വീട്ടിനുള്ളിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് എപ്പോഴും. മനേലിന് ഇപ്പോൾ ആകെ ഒരു കൂട്ട് എന്ന് പറയുന്നത് അവന്റെ ക്യാറ്റായിട്ടുള്ള ലുക്കുലോ ആണ്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു വാർത്ത TV-യിൽ കാണിക്കുകയാണ്. TSJ വൈറസ് അവിടെ മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മനയിലാണെന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡാക്കുന്നില്ല. അവൻ TV ഒക്കെ ഓഫ് ചെയ്തിട്ട് നേരെ കാറും എടുത്തിട്ട് ഒരു ഹാർബറിലേക്ക് പോവാണ്. അവിടെ ഒരുപാട് ബോട്ടുകളുണ്ട്. അതിൽ ഒരെണ്ണം അവൻ്റെ ഭാര്യയുടെ പേരിലുള്ള അല്ലെങ്കിൽ അവൻ്റെ തന്നെ ബോട്ടായിരുന്നു. അതിപ്പോൾ സെല്ല് ചെയ്യാനായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. രണ്ട് പെൺകുട്ടികൾ അത് മേടിക്കാനായിട്ടും വന്നിട്ടുണ്ട്. ആ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവൻ്റെ ഭാര്യയായിട്ടുള്ള ജൂലിയയുടെ ഓർമ്മകളും മറ്റൊക്കെ വരുന്നുണ്ട്. അവളുടെ ഒരു ബ്രേസ്ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവനത് എടുക്കുന്നുണ്ട്. ജൂലിയുമൊത്തുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ അപ്പോൾ അവന് ഓർമ്മ വരുന്നുണ്ട്. ഈ ബോട്ട് ഇപ്പോൾ സെല്ല് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് അവൻ. മനയിൽ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴാണ് ബെലൻ വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ലോക്ക്ഡൗൺ ഒക്കെ വരുന്നു. ഇവൻ അങ്ങനെ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വല്ല സുനാമി പോലെ വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ന്യൂസിൽ മൊത്തം ഈ ഒരു TSJ വൈറസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം യൂറോപ്പിലും പരന്നുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ആളുകളൊക്കെ സൂബികളായിട്ട് മാറുന്നുണ്ട്. മനേലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേസ്ലെറ്റ് ഇപ്പൊ പൂച്ചക്കുട്ടി കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. മനേലിന് ഇപ്പോഴും ഭാര്യയെ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ഡിപ്രഷനും മറ്റൊന്നും മാറിയിട്ടില്ല. ഒരു ദിവസം അവന്റെ അനിയത്തിയായിട്ടുള്ള ബെലൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെയും ഫാമിലിയെയും കാനറി ഐലൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നീ മറിച്ചൊന്നും പറയണ്ട, നാളെ തന്നെ ഫ്ലൈറ്റും പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കണം. ബെലന്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം പരിഗണന നൽകിയിട്ട് ആ ഒരു കാനറി ഐലൻഡ്സിലേക്ക് മാറ്റിയിട്ടുള്ളത്. ദേ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മനയിൽ അവൻ്റെ പൂച്ചക്കുട്ടിനെ ഒരു കേജിലാക്കിയതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് നെയ്ബേഴ്സും ഇതേപോലെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. ഇവനിപ്പോൾ എയർപോർട്ട് റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ്. എല്ലാവരും അതിർത്തി കടന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് പലരുടെയും ചിന്ത. എല്ലാ സോംബികളും ഇങ്ങോട്ടേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിർത്തി കടക്കാനായിട്ട് ശ്രമിക്കുകയാണ് എല്ലാവരും. അപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് വരുന്നത്. എല്ലാ ഫ്ലൈറ്റുകളും ഇപ്പോൾ ക്യാൻസൽ ആയിരിക്കുകയാണ്. അവിടെ നിന്നിട്ടുണ്ടായിരുന്ന എല്ലാവരുടെയും ഫോണുകളിലേക്ക് അപ്പം തന്നെ ജനറൽ സ്റ്റേറ്റ് ഓഫ് എമർജൻസി മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മനയിൽ അപ്പം തന്നെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അവന്റെ സിസ്റ്റർ ആയിരുന്നു. വീട്ടിൽ തന്നെ തുടരണമെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ പോകും വഴിയാണെന്നുണ്ടെങ്കിലോ ഒടുക്കത്തെ ബ്ലോക്കാണ്. ആളുകളെല്ലാവരും ഈ കാറായിട്ട് ഇറങ്ങിയേക്കല്ലേ, നീണ്ട വരിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ മനയിലാണെന്നുണ്ടെങ്കിൽ തൻ്റെ പൂച്ചക്കുട്ടിയും ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നടക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്തായാലും ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇനി രാത്രി മുഴുവൻ ഈ വണ്ടിയുടെ ഉള്ളിൽ തന്നെ നിൽക്കേണ്ടി വരും. ചൂടാണെങ്കിൽ സഹിക്കാനും വയ്യ. അങ്ങനെ ആ ഒരു കേജും എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് നടന്നിട്ട് വീട്ടിലേക്ക് പോവാണ്. ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൻ അവൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പട്ടാളക്കാരും മറ്റുമൊക്കെ സൂംബിയായി മാറിയിട്ടുള്ള അവൻ്റെ ഒരു അയൽക്കാരനെ പിടിച്ചുകൊണ്ട് പോകുന്ന സീനാണ് അവൻ കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനയിൽ പേടിയാവുന്നുണ്ട്. അവൻ ആദ്യമായിട്ടാണ് ഒരു സൂംബിയെ നേരിട്ട് കാണുന്നത്. നേരെ വീട്ടിലേക്ക് പോയിട്ടുള്ള അവനാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങി. ആ ഒരു സീനും മറ്റൊക്കെ അവന് വീണ്ടും മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. രാവിലെ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ്റെ അനിയത്തിയുടെ മെസ്സേജ് മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനിയൊരു അറിയിപ്പ് ഞാൻ തരുന്നവരെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, നീ എനിക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഇല്ലേ എന്നുള്ള മെസ്സേജുകളൊക്കെ ആയിരുന്നു അവൻ്റെ അനിയത്തി അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മനയിൽ ഇൻസ്റ്റഗ്രാമും മറ്റൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോംബികളുടെ വിളയാട്ടമാണ്.
എങ്ങനെയൊക്കെ സോംബികളെ നേരിടാം, അതുപോലെയുള്ള കണ്ടന്റുകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മനേലിന്റെ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ കഴിഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. അവന്റെ അനിയത്തിയുടെ അടുത്തും അവൻ ഇതൊന്നും പറയുന്നില്ല. ശേഷം അവൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി നോക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരു തരി ഫുഡ് പോലും ഇല്ല. അവനൊരു ടിൻ ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ അതാണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സായ അപ്പൂപ്പനാണെങ്കിൽ തട്ടിപ്പറിച്ച് ഓടി പോകുന്നുണ്ട്. നിലവിൽ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും ഇപ്പൊ കട്ടായിട്ടുണ്ട്. അപ്പൊ ഇനി അനിയത്തിയെ വിളിക്കാനോ ഒന്നും അവന് പറ്റില്ല. ആകാശത്തിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റർ ജെറ്റും മറ്റൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തേക്ക് അവൻ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു സോംബി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 പോലീസുകാരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടിയേറ്റിട്ടുണ്ട്. മനേലിന് നേരെയും ഈ ഒരു സോംബി പാഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കടിയേറ്റിട്ടുണ്ടായിരുന്ന പോലീസുകാരൻ അതിനെ വെടിവെക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം അയാളും സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. കാരണം അയാളും ഇപ്പോൾ ഒരു സോംബിയായിട്ട് മാറും. ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ മനേലാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. തലനാരിഴയ്ക്കാണ് ആ ഒരു ആക്രമണത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വേഗം അവൻ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. പോയിട്ട് ഈ യൂട്യൂബും മറ്റൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് സോംബികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്നൊക്കെ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് മൊത്തം സെക്യൂർ ചെയ്യാനായിട്ട് അവൻ തീരുമാനിച്ചു. അങ്ങനെ മനയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീടിന് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡോറിൻ്റെ അവിടെ മൊത്തം ലോക്ക് ചെയ്യാനായിട്ട് ഓരോരോ പട്ടികകളും മറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവരുടെ അടുത്തുള്ള നൈബേഴ്സ് മൊത്തം ഇപ്പോൾ പട്ടാളക്കാരോടൊപ്പം ട്രക്കിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനയിൽ മാത്രം കയറുന്നില്ല. 2 സോൾജേഴ്സ് അപ്പോൾ മനേലിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആരെയും കാണാത്തതിനെ തുടർന്ന് ആ ഒരു പട്ടാളക്കാർ തിരികെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതൊക്കെ മനേൽ കാണുന്നുണ്ട്. മനേലാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ അനങ്ങാണ്ട് പൂച്ചയോടൊപ്പം തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. നെറ്റ് കണക്ഷൻ മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാതായി, പിന്നെ നെറ്റ് കണക്ഷൻ ഇല്ലാതായി. ആകെ പാടുപെട്ടിട്ടാണ് ഇപ്പം നമ്മുടെ മനയിൽ വീട്ടിലിരിക്കുന്നത്. അവനാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് അനിയത്തിക്ക് അയച്ചെന്നെങ്കിലും പക്ഷേ സെൻഡ് ആവുന്നില്ല. നെറ്റില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് അവൻ തീരുമാനിക്കുകയാണ്. അടുത്തുണ്ടായിരുന്ന വീടുകളിലേക്കൊക്കെ അവൻ പോയി നോക്കുകയാണ്. എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പല വീടുകളിലാണെന്നുണ്ടെങ്കിൽ സോംബികളുണ്ടായിരുന്നു. സോംബികളില്ലാത്ത വീടുകൾ അവൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം അവിടുത്തെ ജനലും മറ്റൊക്കെ തകർത്തിട്ട് വീട്ടിലേക്ക് കയറും. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കും. പക്ഷേ പല വീട്ടിൽ പോയെങ്കിലും അവിടെ നിന്നും ഒരു സാധനം പോലും അവന് കിട്ടിയില്ല. എല്ലാം ഓൾറെഡി ആളുകളൊക്കെ എടുത്തുകൊണ്ടും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ കയറിയപ്പോൾ ഗബ്രിയല എന്ന് പറയുന്ന വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ അവൻ കാണുന്നുണ്ട്. പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസമായിട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. ഈ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മനേലിന് ഏതൊക്കെ വീടുകളിൽ ഫുഡ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതനുസരിച്ച് നമ്മുടെ മനേലൊരു വീട്ടിലേക്ക് കയറുന്നുണ്ട്. അവിടെ നിന്ന് അവനൊരു അടിപൊളി ബൈക്ക് കിട്ടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. സന്തോഷത്തോടെ അവനാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ ഒരു ഗബ്രിയലയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശേഷം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്കിന്ന് അടിപൊളിയായിട്ട് ഡിന്നർ കഴിക്കാമെന്ന്. പിന്നീട് ഒരു വീട്ടിലേക്ക് അവൻ കയറി ചെല്ലുമ്പോഴാണ് അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. അത് സോംബിയാണെന്ന് വിചാരിച്ചിട്ട് അതിന് നേരെ അവനൊരു അമ്പ് പോലത്തെ സാധനം എയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവൻ കളക്ട് ചെയ്തിട്ട് നേരെ ഗബ്രിയലയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പുള്ളിക്കാരിയും അവനും കൂടി അന്ന് രാത്രി ഡിന്നറൊക്കെ കഴിച്ച് ഒരു വാക്കി ടോക്കി ഗബ്രിയേല അമ്മൂമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം അവൻ അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു വാക്കി ടോക്കിയിലൂടെ ഈ ഒരു ഗബ്രിയേല അമ്മൂമ്മ ഇവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള കുറച്ച് സർവൈവേഴ്സ് ഉണ്ട്. അവരുടെ അടുത്തേക്ക് നീ ചെന്നിട്ടുണ്ടെങ്കിൽ നിനക്കും ആ ഒരു ഐലൻഡിലേക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായി വാക്കി ടോക്കി എടുത്തിട്ട് ഗബ്രിയേല അമ്മൂമ്മൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് നമ്മുടെ മനേല്. പക്ഷെ യാതൊരു റെസ്പോൺസും ഇല്ല. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ മനേലിൽ മനസ്സിലായി. അവൻ വേഗം സാധനങ്ങളും മറ്റുമൊക്കെ പാക്ക് ചെയ്തിട്ട് ഈ ഒരു അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. വീണ്ടും അവൻ ആ അമ്മൂമ്മയെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വീട്ടിലേക്ക് ഇപ്പോൾ അവൻ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ അപകടം നടന്നതായിട്ടൊന്നും തോന്നുന്നില്ല. സോംബികളെയും കാണാനില്ല. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. പുള്ളിക്കാരി സ്വയം സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് പുള്ളിക്കാരിക്ക് വീൽ ചെയർ ഇല്ലാതെ സഞ്ചരിക്കാനായിട്ട് പറ്റില്ല. ഇവനൊരു ബാധ്യതയായി മാറുമെന്ന് പുള്ളിക്കാരിക്ക് ഉറപ്പായിരുന്നു. അന്നയിലാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു സോംബി വന്നിട്ട് ഇവനെ ആക്രമിക്കാൻ നോക്കുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ ദേഷ്യവും സങ്കടം കൊണ്ട് ആ ഒരു സോംബിനെ നല്ല രീതിയിൽ പഞ്ഞിക്കിടുന്നുണ്ട്. അതിന്റെ കഥ കഴിച്ച ശേഷം ആ ഒരു പേഴ്സൺ ആരാണെന്നുള്ള ID കാർഡ് മറ്റൊക്കെ അവൻ എടുത്ത് നോക്കുന്നുണ്ട്. ശേഷം അവൻ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ ഫോണിൽ വോയിസ് റെക്കോർഡും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം ആ ബൈക്ക് എടുത്തിട്ട് അവൻ ആ പറഞ്ഞ ഗബ്രിയേല അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാമ്പ് സൈറ്റിലേക്ക്, അതായത് ആ ഒരു സർവൈവേഴ്സിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിയിൽ റോഡിൽ ഒരു മനുഷ്യനെ നമ്മുടെ മനയിൽ കാണാൻ പറ്റുന്നില്ല. അവൻ ആകെ ടെൻഷനായിട്ടാണ് ഓരോ ടേണിങ്ങും എടുത്തുകൊണ്ടിരിക്കുന്നത്. പല വഴികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ ആ ഒരു ക്യാമ്പ് സൈറ്റിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പെട്ടെന്നാണ് ഒരുപാട് സോംബികൾ വന്നിട്ട് ഇവൻ്റെ ബൈക്കിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്യാമ്പ് സൈറ്റിൽ, അതായത് ഈ സർവൈവേഴ്സ് താമസിച്ചിരുന്ന ആ ഒരു ക്യാമ്പിലുള്ളവരെല്ലാവരും തന്നെ
ഇപ്പോൾ സോംബികളായിട്ട് മാറിയിട്ടുണ്ട്. അവിടുത്തെ ടെന്റും എല്ലാം തകർന്ന് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മനയിൽ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൈക്കാണെന്നുണ്ടെങ്കിൽ വീഴുന്നുണ്ട്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഇനി ബൈക്കുമ്പോൾ പണിതുകൊണ്ടിരുന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ മനയിലാണെന്നുണ്ടെങ്കിൽ പൂച്ചക്കുട്ടിയുടെ കേജും എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടിയിട്ട് അവൻ്റെ ആ ഒരു ബോട്ട് കിടക്കുന്ന ഹാർബറിലേക്കാണ് ഇപ്പോൾ അവൻ എത്തിച്ചേരുന്നത്. അവിടുന്ന് ആ ഒരു ബോട്ട് എടുത്ത് പോകാനായിട്ടാണ് അവൻ്റെ ശ്രമം. പക്ഷേ പണി പാളി. ആ ഒരു ബോട്ട് പോയിട്ട് എല്ലാ ബോട്ടുകളും ഇപ്പം കരയിലില്ല. എല്ലാം ഇപ്പം പുഴയിലും മറ്റുമായിട്ടൊക്കെ കിടക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നമ്മുടെ മനയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഡോറും മറ്റുമൊക്കെ തുറന്നിട്ട് ഹാർബറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കുകയാണ്. അങ്ങനെ ബോട്ടിൻ്റെയൊക്കെ താക്കോലും മറ്റൊക്കെ എടുത്തതിന് ശേഷം അവനാണെന്നുണ്ടെങ്കിൽ ആ കേജും അവൻ്റെ ബൂട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് ഈ പുഴയിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്നിട്ട് ആ ഒരു ബോട്ടിലേക്ക് കയറാനായിട്ടാണ് അവൻ്റെ ശ്രമം. ആ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു സോംബി ഉണ്ടായിരുന്നു. അവൻ ആദ്യം അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ ഒരു സോംബിയെ അവൻ തീർത്ത് കളയുന്നുണ്ട്. ശേഷം ഈ ഒരു ബോട്ട് ഓണാക്കാനായിട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധം ആ ഒരു ബോട്ട് അവൻ ഓണാക്കി. അങ്ങനെ ഈ ഒരു പൂച്ചക്കുഞ്ഞിനെയും അതുപോലെ തന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവനിങ്ങനെ ബോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാക്കി ടോക്കി എടുത്തിട്ട് അവൻ പല റേഡിയോ ചാനലിലൊക്കെ അവൻ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അവനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറേ ദൂരം പോയി. ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. പോകുന്ന വഴിയിലെല്ലാം പല കപ്പലുകളും മറ്റൊക്കെ തകർന്ന് കിടക്കുന്നത് അവന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കപ്പൽ അവൻ്റെ നേരെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ കൈ കാണിക്കാനായിട്ട് തുടങ്ങി. എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയും വീശി കാണിച്ചുകൊണ്ട് തന്നെ ആ കപ്പലിലുള്ളവർ അവനെ കണ്ടു. അവരാണെന്നുണ്ടെങ്കിൽ ഒരു വഞ്ചിയിൽ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് റഷ്യൻസ് ആയിരുന്നു. അവരുടെ നേതാവിൻ്റെ പേര് ഉഷാക്കോവ് എന്നാണ്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുക്രൈനിയൻ ഫയർ ഫൈറ്റിംഗ് പൈലറ്റ് ആയിട്ടുള്ള വിക്ടർ അപ്പോൾ ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും ഇവൻ്റെ ഭാഷ അറിയില്ലല്ലോ. സത്യത്തിൽ വിക്ടറും ഈ ഒരു വില്ലന്മാരുടെ കയ്യിൽ പെട്ട് കിടക്കുകയായിരുന്നു. അതായത് ഉഷാക്കോവിൻ്റെ അടുത്ത്. ഇവനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ ഇവന് നമ്മളെ സഹായിക്കാനായിട്ടൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവനെ രക്ഷപ്പെടുത്താനായിട്ടാണ് വിക്ടർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്തവനാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവന്മാർ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ടാണ് വിക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനയിൽ തങ്ങാനുള്ള റൂമും മറ്റൊക്കെ വിക്ടർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് തൻ്റെ പൂച്ചേനൊക്കെ ഇപ്പം നമ്മുടെ മനയിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുറച്ചു നേരം കിടന്നുറങ്ങിയപ്പോഴാണ് ആരൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നത്. അവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു വഞ്ചിയിൽ കുറേ ഫാമിലീസ് വന്നിട്ട് ഇവരെ ഈ ഒരു കപ്പലിലേക്ക് കയറിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. രാവിലെ ആയപ്പോൾ നമ്മുടെ മനയിലാണെന്നുണ്ടെങ്കിൽ വിക്ടറിൻ്റെ അടുത്ത് ഈ കാര്യം ചോദിക്കുകയാണ്. ഇന്നലെ കുറച്ച് റെഫ്യൂജീസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവരെല്ലാം എവിടെയെന്ന്. വിക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്തവനെ പോലെ ഇന്നലെ ആരും വന്നില്ലല്ലോ, നിനക്ക് തോന്നിയതാവും എന്നാണ് പറയുന്നത്. മനേലിന് അപ്പം തന്നെ യുവന്മാരെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യുവന്മാര് ദുഷ്ടന്മാരാണെന്ന് നമ്മുടെ മനേലിന് ഇപ്പോൾ ഉറപ്പായി. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ബോട്ടിന്റെ ഒരു അറ അടയ്ക്കുന്നതൊക്കെ അവൻ കണ്ടു. അവിടെയാണെന്നുണ്ടെങ്കിൽ മൊത്തം ചോരപ്പാടുകളും ഉണ്ടായിരുന്നു. ഈ കാര്യമൊക്കെ വിക്ടറിന്റെ അടുത്ത് അവൻ വന്ന് പറയുന്നുണ്ട്. നീ മിണ്ടാതെ അടങ്ങി നിന്നോ, നിനക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നീ മിണ്ടാതിരുന്നോ എന്നാണ് നമ്മുടെ വിക്ടറും മനേലിൻ്റെ അടുത്ത് പറയുന്നത്. വിക്ടർ പൈലറ്റ് ആണെന്ന് നമ്മുടെ മനേലിന് മനസ്സിലായി. അങ്ങനെ അവൻ്റെ ഭാര്യ മരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. അത് പറപ്പിച്ചിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് വെക്കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ മനേൽ വിക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇവന്മാരുടെ കണ്ണ് വെട്ടിച്ച് നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റില്ലടാ എന്ന് പറയുന്നുണ്ട്. അന്ന് രാത്രി ആയപ്പോൾ ആരും കാണാതെ നമ്മുടെ മനയിലാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ബാഗും ഒക്കെ പാക്ക് ചെയ്തിട്ട് ആ പൂട്ടിയിട്ടിരിക്കുന്ന അവന്മാരില്ലേ, അവന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതായത് ആ ഒരു വഞ്ചിയിൽ വന്നിട്ടുണ്ടായിരുന്ന മൊത്തം ഫാമിലീസും അവിടെ കെട്ടിയിട്ട നില ഉണ്ടായിരുന്നു. മനയിലാണെന്നുണ്ടെങ്കിൽ അവരെ ഫ്രീ ആക്കുന്നുണ്ട്. ഇവരുടെ വിചാരം ഇവനും വില്ലനാണെന്ന്. അപ്പോഴേക്കും ഈ വില്ലന്മാർ മൊത്തം വന്നു. അങ്ങനെ വിക്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്നവന്മാരൊക്കെ തീർത്തതിന് ശേഷം വിക്ടറും അതുപോലെ തന്നെ നമ്മുടെ മനയിലും അവിടെ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരുവിധം ആ കപ്പലിന്റെ അടിയിൽ കിടന്നിരുന്ന ഒരു ചെറിയ ബോട്ടിലേക്ക് ഇവരെടുത്ത് ചാടുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും കരയ്ക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മുടെ വിക്ടറിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെടിയേറ്റിട്ടുണ്ടായിരുന്നു. അധിക നേരം അവൻ ഇനി ജീവിച്ചിരിക്കില്ല. പക്ഷേ നമ്മുടെ മനയിലാണെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കാർ അവൻ തല്ലി തുറക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കാറും ഓണാക്കിയിട്ട് ഇപ്പം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വച്ച് പിടിക്കുകയാണ്. പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ മൊത്തം കാറുകളും മറ്റൊക്കെ വഴിയിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ വിക്ടറാണെന്നുണ്ടെങ്കിൽ ആകെ അവശനുമായിട്ടുണ്ട്. നഗരങ്ങൾ മൊത്തം ഉറങ്ങിക്കിടക്കുന്ന മട്ടിലാണ്. പോകുന്ന വഴിയിൽ മൊത്തം സോംബികളും ഉണ്ട്. ഇവൻ്റെ വണ്ടിക്ക് നേരെ ഇപ്പോൾ ഒരു സോംബി ചാടിയേക്കാണ്. ഫ്രണ്ട് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവന് കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവൻ്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന്. അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന എല്ലാ സോംബികളെയും ഇവനാണെന്നുണ്ടെങ്കിൽ തീർക്കുന്നുണ്ട്. അതിനുശേഷം ഇവരിങ്ങനെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ അവിടെ മൊത്തം രക്തമാണ്. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും സോംബികളും മറ്റൊക്കെ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കാണാനായിട്ട് പറ്റുന്നത്. ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ഹെലികോപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടപ്പില്ല കേട്ടോ. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ശേഷം നമ്മുടെ വിക്ടറിൻ്റെ പരിക്കും മറ്റും മാറ്റാനായിട്ടുള്ള ഫസ്റ്റ് എയ്ഡും മറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനയിൽ. പക്ഷെ ഒന്നും തന്നെ അവന് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ് അവിടുത്തെ ഒരു വെന്റിലേഷനിലൂടെ അവന് കുട്ടികൾ കളിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കാനായിട്ട് പറ്റുന്നത്.
അപ്പോൾ ഇവിടെ താമസക്കാരുണ്ടെന്ന് നമ്മുടെ മനേലിന് മനസ്സിലായി. അവനങ്ങനെ ആ ഒരു കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് ഇതെവിടെ നിന്നാണ് ഈ കുട്ടികൾ സംസാരിക്കുന്നത് അറിയാനായിട്ട് വന്നേക്കാണ്. പക്ഷേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരുപാട് സോംബികൾ വരികയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടം. വിക്ടറിനെ കിടത്തിയിരുന്ന സ്ഥലത്താണെങ്കിൽ ഇപ്പോൾ വിക്ടറിനെ കാണാനില്ല. അപ്പോഴാണ് ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്ന ഇവൻ കാണുന്നത്. നമ്മുടെ ലൂസിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അതുപോലെ സിസിലിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം ഒരുപാട് ചെറിയ കുട്ടികളും. ഇവരെല്ലാവരും ഈ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ സർവൈവ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വിക്ടറിന്റെ ഈ ഒരു മുറിവും കാര്യങ്ങളൊക്കെ മാറ്റാമെന്ന് ലൂസിയയും സിസിലിയയും തീരുമാനിക്കുന്നുണ്ട്. അതായത് ഇവർ രണ്ടുപേരും നേഴ്സായിരുന്നു. അങ്ങനെ ഇവൻ ഇങ്ങനെ ചുമ്മാ പൂച്ചേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനേല്. അപ്പോൾ അവിടുത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പൂച്ചയുമായിട്ട് നല്ലോണം അടുക്കുന്നുണ്ട്. മനേല് തന്റെ പ്ലാൻ ലൂസിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂസിയ പറയുന്നുണ്ട് ആ ഒരു ഹെലികോപ്റ്റർ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മറ്റൊരു കോമ്പൗണ്ടിൽ കിടക്കുന്ന ഹെലികോപ്റ്റർ അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനയിലാണെന്നുണ്ടെങ്കിൽ ലൂസിയുടെ അടുത്തും സിസിയുടെ അടുത്തും നമുക്ക് നാളെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ, അല്ലെങ്കിൽ വിക്ടറിന്റെ പരിക്കും മറ്റൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവാന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് രാത്രി തന്നെ മനയിൽ കിടന്നുറങ്ങാൻ പറ്റാണ്ട് പുറത്ത് ഈ ഒരു ഹോസ്പിറ്റലിൽ മൊത്തം ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഭാര്യ മരിക്കാനായിട്ട് കിടന്നിരുന്ന ആ ഒരു വാർഡിലേക്ക് ഇപ്പോൾ അവൻ എത്തിയിട്ടുണ്ട്. ആ റൂമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആകെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഭാര്യയുടെ ഓർമ്മകളാണെന്നുണ്ടെങ്കിൽ അവനിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഒരുപാട് വിഷമാവുന്നുണ്ട്. ഒപ്പം ആ ഒരു പൂച്ചക്കുഞ്ഞും ഉണ്ടായിരുന്നു. അന്ന് രാത്രി മുഴുവൻ ആ ഒരു ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മനയിൽ നടന്നുകൊണ്ടേയിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൂഫ് ടോപ്പിലേക്ക് അതിരാവിലെ തന്നെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഫോണിൽ റേഞ്ചും മറ്റൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ എന്തോ ഭാഗ്യത്തിന് അവൻ അവിടുത്തെ വൈഫൈയും മറ്റൊക്കെ ഓണായിട്ട് നെറ്റിൽ അവൻ്റെ അനിയത്തി അയച്ച മെസ്സേജുകളും മറ്റൊക്കെ വരുന്നത് കണ്ടപ്പോൾ അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവൻ ആ വീഡിയോ മെസ്സേജുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ട് അവൻ പുറത്തേക്ക് നോക്കുന്നത്. നോക്കിയപ്പോൾ ആ ഒരു ഉഷോക്കോവും കൂട്ടരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വാഹനം കണ്ട് മനസ്സിലാക്കിയിട്ട് അവന്മാർ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ മനയിൽ പോയിട്ട് വിക്ടറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയും എല്ലാവരെയും ചേർത്തുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് മറ്റൊരു വഴിയിലൂടെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബോയിലർ കോംപ്ലക്സിലൂടെയാണ്. മൂക്കൊക്കെ പൊത്തി പിടിച്ചിട്ടാണ് അവർ പോകുന്നത്. പക്ഷേ പുറത്തോട്ടുള്ള വാതിലാണെന്നുണ്ടെങ്കിൽ ലോക്ക്ഡ് ആയിരുന്നു. അങ്ങനെ അത് നമ്മുടെ മനയിൽ തല്ലി തുറക്കുന്നുണ്ട്. ശേഷം പുറത്തേക്ക് ഇറക്കാനായിട്ടാണ് അവരുടെ പ്ലാൻ. പക്ഷേ സോംബികൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് സിസിലിയെ കടിക്കുന്നുണ്ട്. സിസിലിയെ കൂടാതെ അവിടെ നിന്ന് എല്ലാവരും പുറത്തേക്ക് കടക്കാനായിട്ട് നിൽക്കുമ്പോഴാണെങ്കിൽ അതിൽ ഒരു കുട്ടിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോംബിയായി മാറിയിട്ടുണ്ട്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കാണ്ട് പതിയെ പതിയെ പുറത്തേക്ക് ഇറങ്ങാനായിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനയിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ പുറത്തേക്കുള്ള ഒരു ഡോർ തുറക്കുന്നുണ്ട്. ശേഷം ഒരുപാട് മറ്റേ കാർട്ടും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ അതിനുള്ളിൽ നിന്നുകൊണ്ട് സോംബികളുടെ അടുത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ഹെലികോപ്റ്റർ കിടക്കുന്ന കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഡോറ് അടച്ചു വെച്ചിരിക്കുകയാണ്. ഹെലികോപ്റ്റർ ഓൺ ആക്കാനായിട്ട് അത്യാവശ്യം സമയം വേണമല്ലോ. പെട്ടെന്ന് തന്നെ വിക്ടർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഡോറുകളൊക്കെ അടച്ചിട്ട് സോംബികളെ തടഞ്ഞു നിൽക്കുകയാണ്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഹെലികോപ്റ്ററിൻ്റെ. അപ്പോഴേക്കും മുഷകവും കൂട്ടരും വന്നിട്ട് ഇവരെ തടയുകയാണ്. അപ്പം തന്നെ നമ്മുടെ മനയിലൊരു പണി ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വാതിൽ അങ്ങോട്ട് തുറന്നിട്ട് സോംബികളെ എല്ലാവരെയും അകത്തേക്ക് വിടുകയാണ്. അതോട് കൂടിയിട്ട് ഉഷകവും കൂട്ടരനെയും ഈ സോംബികൾ വന്നിട്ട് പിടിക്കുന്നുണ്ട്. ഈ തക്കത്തിന് നമ്മുടെ മനയിൽ ബുദ്ധിപൂർവ്വം ഈ ഒരു ഹെലികോപ്റ്ററിലേക്ക് വലിഞ്ഞു കയറി ചാടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെയും എടുത്തുകൊണ്ട് ഈ ഒരു ഹെലികോപ്റ്റർ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ കഷ്ടിച്ചു രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് മനേലിന്റെ അനിയത്തി ഫോൺ കോൾ ചെയ്യുന്നത്. ഇവിടെ മൊത്തം പ്രശ്നമാണ്, ഇങ്ങോട്ടേക്ക് വരണ്ട, അതായത് കാനറി ഐലൻഡ്സിലേക്ക്. പെട്ടെന്ന് തന്നെ ഇവർക്ക് മുമ്പായിട്ട് 2 ഫൈറ്റർ ജെറ്റുകൾ അങ്ങോട്ടേക്ക് പോകുന്നതും കാണിക്കുന്നുണ്ട്. അതിനർത്ഥം അവിടെയും ഇപ്പോൾ സോംബി ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ. ഈ ഒരു സീന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിനു മുമ്പ് നമ്മളൊരു സോംബി സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ട്. അത് സ്ട്രൈക്ക് വന്നിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം ഒരു സ്ട്രൈക്ക് വന്ന് കിടപ്പുന്നുണ്ട്. അത് ഏകദേശം ജൂലൈയിലാണ് തീരുള്ളൂ. അതുകൊണ്ട് ഇനിയും ഒരു ന്യൂട്ടോപ്പിയയുടെ സീരീസ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ട്രൈക്ക് കിട്ടുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ഞാനത് വിട്ട് കളയുകയാണ്. വീണ്ടും പുതിയ പുതിയ സോംബി പടങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.